അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിൻ്റെ വാർഷിക പരീക്ഷയുടെ താരീഖിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ചോദ്യം 1. യോജിച്ചവ ചേർക്കാം. ഷാം, അബവാ, ബക്ക, ജുർഹോം വലിയ നിയമത്തുകൾ ഉണ്ടായി. ഹുവൈലിദ്. ചോദ്യം 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റെടുത്ത ശേഷം ഹലീമ ബീവിക്ക് വലിയ നിയമത്തുകൾ ഉണ്ടായി. 2. ഇസ്മായിൽ നബി അലൈഹിസ്സലാം വിവാഹം കഴിച്ച ഗോത്രം ജുർഹും. 3. മക്കയുടെ ഉപനാമം ബക്ക. 4. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവിന് രോഗം ബാധിച്ച സ്ഥലം. ഉത്തരം അബവാ. 5. സിറിയയുടെ മറ്റൊരു പേര് ഷാം. ചോദ്യം 6. ഖദീജ ബീവിയുടെ പിതാവ് ഹുവൈലിദ്. ചോദ്യം 2. 2 വീതം എഴുതാം. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പെൺമക്കൾ സൈനബ്, റുഖയ്യ. ചോദ്യം 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകനായ അബ്ദുള്ളയുടെ ഉപനാമം ത്വയ്യിബ്, ത്വാഹിർ. ചെറുപ്പം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിട്ടുനിന്ന കാര്യങ്ങൾ 2 എഴുതാനുള്ളത്. അനീതി, ആക്രമം. ചോദ്യം 4. ഹബശയിലേക്ക് ഹിജറ പോയ 2ാം യാത്രയിലെ പ്രധാനികൾ. ഉത്തരം ജാഫർ ഇബ്നു അബി ത്വാലിബ്, ഭാര്യ അസ്മാ ബീവി. ചോദ്യം 3. വ്യക്തമാക്കാം. 1. ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ച വർഷം. നുബുവത്തിൻ്റെ 2ാം വർഷം. ചോദ്യം 2. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ച വർഷം. നുബുവത്ത് 6ാം വർഷം. ചോദ്യം 3. ഹബശയിലേക്ക് ഹിജറ പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ച വർഷം. നുബുവത്തിൻ്റെ 5ാം വർഷം. ചോദ്യം 4. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകനായ ഇബ്രാഹിം എന്ന കുട്ടിയുടെ മാതാവ്. ഉത്തരം മാരിയത്തുൽ ഖിബ്തിയ്യ. ചോദ്യം 4. ഉത്തരം എഴുതാം. 1. ഇഖ്രി എന്ന ആജ്ഞയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ മറുപടി എന്താണ്? മാ അന ബിഖാരിഇ. ചോദ്യം 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ ബീവി വഫാത്തായത് എപ്പോഴാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതിന് ശേഷം 6 മാസങ്ങൾക്ക് ശേഷം ഫാത്തിമ ബീവിയും വഫാത്തായി. ചോദ്യം 3. ഖദീജ ബീവിക്ക് ത്വാഹിറ എന്ന് പേര് ലഭിക്കാൻ കാരണം എന്താണ്? ഉത്തരം ഖദീജ ബീവിയുടെ വിശുദ്ധി കാരണം. ഖദീജ ബീവിയുടെ സേവകന്റെ പേരെന്ത്? ഉത്തരം മൈസറത്ത്. ചോദ്യം 5 പൂർത്തിയാക്കാം. ചോദ്യം 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജബലുൻ നൂറിലെ ഹിറ ഗുഹയിൽ ആയിരിക്കെ ജിബ്രീൽ അലൈഹിസ്സലാം വഹിയുമായി പ്രത്യക്ഷപ്പെട്ടു. 2. പൂർവവേദങ്ങൾ പഠിച്ച പണ്ഡിതനായിരുന്നു ബറഖത്ത് ഇബ്നു നൗഫൽ. ചോദ്യം 3. ഖദീജ ബീവി റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല. 42 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ത്വാലിബിൻ്റെ സംരക്ഷണത്തിലായിരുന്നു. ചോദ്യം 6. ഇത് പറഞ്ഞത് ആരാണ്? 1. ഈ മരച്ചുവട്ടിൽ വിശ്രമിക്കുന്നത് ഒരു നബിയല്ലാതെ മറ്റാരുമല്ല. ഉത്തരം നസ്തൂറ എന്ന പുരോഹിതൻ. ചോദ്യം 2. അല്ലാഹു ഒരിക്കലും താങ്കളെ കൈവിടുകയില്ല. ഇത് പറഞ്ഞത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ്.